ബൻവാരി ദേവി എന്നൊരു ലേഡിയായിരുന്നു. അവർ ഒരു ശൈശവ വിവാഹം തടഞ്ഞതിൻ്റെ പേരിൽ അവരെ റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തി അവരുടെ ഭർത്താവിനെ അടിച്ചിട്ടിട്ട് അവരെ ഗ്യാങ് റേപ്പ് ചെയ്തു. 5 പേര്, അവിടുത്തെ വലിയ ആൾക്കാരാണ്. 5 പേര് ഒരു ഫാമിലിയിൽ. അതായത് ആ കുട്ടി, അവിടുത്തെ ആ വീട്ടിലെ കുട്ടിയാണ് ആ ശൈശവ വിവാഹം ചെയ്യിപ്പിച്ചത്. അങ്ങനെ അവർ കേസ് കൊടുത്തപ്പം പോലീസ് പോലും അവർക്ക് അനുകൂലമല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ FIR പോലും രജിസ്റ്റർ ചെയ്യുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ദേഹസ്ഥിതി റിപ്പോർട്ട് എടുക്കുന്നതും വളരെ താമസിച്ചാണ്. ഡോക്ടർ പോലും ഇതിനകത്തൊരു അങ്ങനെ ഈ 5 പേരെയും വെറുതെ വിടുകയായിരുന്നു കോടതി. കാരണം എന്താ വെച്ചാൽ വെറുതെ വിട്ടു എന്നത് ലൈംഗിക അതിക്രമമൊന്നും നടന്നിട്ടില്ല, അല്ലാത്തൊരു അതിക്രമത്തിന്, അതായത് ഭർത്താവിന് അടി കൊടുത്തതിൻ്റെ മാത്രം എടുത്ത് വളരെ വെള്ളം ചേർത്ത ഒരു ഓർഡറായിട്ടാണ് അവർക്ക് അവസാനം. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിസ്റ്റ് സുപ്രീം കോടതിയെ സമീപിക്കുകയും അതിലൊരു വിധി വന്നു. അതായത് ഈ ഗൈഡ് ലൈൻസ് എല്ലാ തൊഴിലിടങ്ങളിലും എല്ലാവരും ഇത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരൊരു ഗൈഡ് ലൈൻസ് വെച്ചിരുന്നു. സ്ത്രീകൾ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കാര്യം എല്ലാം ഈ ഗൈഡ് ലൈൻസ്, ആ പ്രീസിഡൻസ് എല്ലാം വെച്ചിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് പിന്നീട് ഈ സുപ്രധാനമായ ഇത് വന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഇത് വച്ചിട്ടാണ് ഈ ആക്ട് വരുന്നത്, പ്രിവെൻഷൻ, റിഡ്രസൽ ആൻഡ് ഗ്രീവൻസ്. അതാണ് പോഷ് ആക്ട് വരാൻ കാരണം.